പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് കച്ചേരിപ്പടി മൈതാനം നവീകരണത്തിന് MLA ആസ്തി ഫണ്ടിൽ നിന്നും 1,15,00,000 രൂപ അനുവദിച്ചു. കച്ചേരിപ്പടി മൈതാനത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം KN ഉണ്ണികൃഷ്ണൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് തുളസി സോമൻ, സുബോധ ഷാജി, രാധിക സതീഷ്, CH അലി, ബിന്ദു തങ്കച്ചൻ, ഷെന്നി വർഗീസ്, പോൾസൺ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗായ KV കൃതജ്ഞത പറഞ്ഞു. കച്ചേരിപ്പടി മൈതാനത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് മൾട്ടിപർപ്പസ് പ്ലേ ഗ്രൗണ്ട്, ഓപ്പൺ സ്റ്റേജ്, പ്ലേ ഏരിയ എന്നിവ ഉൾക്കൊള്ളുന്ന ഓപ്പൺ സ്റ്റേഡിയം ഫേസ് 1 നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. മുൻകാലങ്ങളിൽ ഈ സ്ഥലം പള്ളിപ്പുറം പ്രദേശത്തെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ പരിപാടികൾ പള്ളിപ്പുറം മൈതാനവും ഇതുപോലെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല സൗകര്യങ്ങൾ ഒരുക്കുന്ന മൈതാനങ്ങളായി മാറുകയാണ്. നമ്മുടെ പല സ്കൂളുകൾക്കും നല്ല മൈതാനങ്ങളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും അത് അപര്യാപ്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പ്രാദേശികമായി നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നാം ഒരുക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. വരുന്ന നവംബർ മാസം 4-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള 8 ദിവസങ്ങളിലായി നമ്മുടെ കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ നമ്മുടെ ജില്ലയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സ് മാതൃകയിൽ ഒളിമ്പിക്സിൽ ഏതാണ്ട് 11,000-ലധികം വരുന്ന ആളുകളാണ് പങ്കെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന എല്ലാ വർഷവും 4 വർഷം ചേരുമ്പോൾ ഉള്ള കുട്ടികളുടെ കായികമേളയെ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കാനുമാണ് സർക്കാരും അതുപോലെ നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റുമെല്ലാം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ 3 പ്രധാനപ്പെട്ട മൈതാനങ്ങളാണ് ഇതേപോലെ കളിക്കളം ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പദ്ധതിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനവും ഇതുപോലെ 1.5 കോടി രൂപ മുടക്കി വിവിധ വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിയത്തക്ക തരത്തിൽ കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ വൈപ്പിൻകരയിലുണ്ടായിരുന്ന 4 പ്രമുഖ മൈതാനങ്ങളിൽ ഒന്നാണ്. അതിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല, വലിയ മൈതാനം തന്നെയായിരുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പഴയ കാലത്തെ സമാപന സമ്മേളനങ്ങൾ, കാളപ്പെട്ടിയും കൈപ്പത്തിപ്പെട്ടിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പല സമാപന സമ്മേളനങ്ങളും വൈപ്പിൻ നിയോജകമണ്ഡലമല്ല, അന്ന് ഞാറക്കൽ നിയോജകമണ്ഡലത്തിലെ പല സമാപന സമ്മേളനങ്ങൾ നടന്നിരുന്നത് ഇവിടെയാണ്. KC എബ്രഹാം മാസ്റ്റർ കാളപ്പെട്ടിയിൽ കോൺഗ്രസ് അംഗമായി മത്സരിക്കുന്ന കാലത്ത് KK രാമകൃഷ്ണൻ MLA രാമകൃഷ്ണൻ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുമ്പോൾ ബഡ്ജറ്റ് അവതരണത്തിൽ വെച്ച ഒരു കാര്യമാണ് നീന്തൽക്കുളം. നീന്തൽക്കുളത്തിന് വേണ്ടുന്ന സ്ഥലം കണ്ടെത്താൻ 5 വർഷം ഞങ്ങൾ പാടുപെട്ടതാണ്. അപ്പോൾ സ്ഥലം ഇപ്പോൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആഗ്രഹമാണ് നമുക്കൊരു നല്ലൊരു ഗ്രൗണ്ട് ഇവിടെ സജ്ജമാക്കണമെന്ന്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ, ഞങ്ങൾ 12 കളിക്കുന്ന സമയത്ത് തന്നെ ഈ മൈതാനത്തിന്റെ മരണപടി മുഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിരിക്കുന്ന കുട്ടികളെ ഞാൻ നോക്കുകയാണ്. കാരണം അവർക്ക് ഒരു നല്ലൊരു മൈതാനം സജ്ജമാകും. അടുത്ത ഒരു യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും അവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കാനുമാണ് സർക്കാരും അതുപോലെ നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റുമെല്ലാം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വൈപ്പിൻകരയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ 3 പ്രധാനപ്പെട്ട മൈതാനങ്ങളാണ് ഇതേപോലെ കളിക്കളം ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പദ്ധതിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഞാറക്കൽ ജയ്ഹിന്ദ് മൈതാനവും ഇതുപോലെ 1.5 കോടി രൂപ മുടക്കി വിവിധ വിനോദങ്ങളിൽ ഏർപ്പെടാൻ കഴിയത്തക്ക തരത്തിൽ കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിനും ഈ ഫണ്ട് അനുവദിച്ചതിനും ബഹുമാനപ്പെട്ട വൈദ്യുതികളിലെ ഈ KN
ഫാമിലിക്കും വേണ്ടി അതുപോലെ മറ്റു യുവജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒട്ടേറെ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം സബലീകരിക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ നമ്മുടെ മൈതാനത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഈ സ്വപ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിലൊരു പക്ഷേ കുറച്ചെങ്കിലും നമുക്ക് സബലീകരിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഓരോ പഞ്ചായത്തുകളിലും കളിക്കളം നിർമ്മിക്കും എന്നുള്ള വലിയൊരു കാഴ്ചപ്പാട് നമുക്കിവിടെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ MLA ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നുകൊണ്ട് 1,15 ലക്ഷം രൂപ നമുക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ചു തരുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതോടൊപ്പം യുവാക്കൾക്ക് അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന, അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ട പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്.